ഭാഷ എന്നത് ആശയ സംവേദനത്തിൻ്റെ ഉപാധി മാത്രമല്ല, ആശയവിനിമയത്തിൻ്റെ പാരസ്പര്യം കൂടിയാണ്. നാം ഉപയോഗിക്കുന്ന ഭാഷ ലളിതവും സുന്ദരവുമാവുന്നത് അത് കേൾക്കുന്നവരിൽ സുഖകരമായ അനുഭവം സൃഷ്ടിക്കുമ്പോഴാണ്. ലോകത്തിലെ ഓരോ രാജ്യത്തിലും അതിൻ്റെ അകത്തെ വിവിധ വംശവർഗ വിഭാഗത്തിൻ്റെ പ്രത്യേകിച്ചും അവരുടേതായ ഭാഷയുണ്ട്, ലിപി ഉള്ളതും ഇല്ലാത്തതും. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭാഷയുടെ സംവേദനത്തിൽ കൂടിയാണ്. മലയാള ഭാഷ, നമ്മുടെ സ്വന്തം ഭാഷ, അത് നമ്മുടെ മാതൃത്വം പോലെ പരിപാവനമാണ് എന്ന യാഥാർത്ഥ്യം പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്ന ഒരു ഏകാന്ത പതിപ്പിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്. മനോജ് കളരിക്കൽ, പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി സ്വദേശി, ദുബായിലെ ഒരു ഷിപ്പിംഗ് കമ്പനിയിലെ ജീവനക്കാരൻ. മനോജ് ഒരു ഭാഷാ സ്നേഹിയാണ്. മലയാള ഭാഷയുടെ സൗന്ദര്യവും സാംസ്കാരിക തലവും പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്ന മലയാളി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മനോജ്ഞം എന്നുള്ള ഒരു ആശയം, അമൃതം മലയാളം എന്നുള്ള ആശയം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി 2 വർഷം മുമ്പാണ് UAE കേന്ദ്രമാക്കി ആരംഭിച്ചത്. മലയാള ഭാഷ പ്രോത്സാഹിപ്പിക്കാനും ആ ഒരു അമൃത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ആ ഒരു മലയാളിത്വത്തിൻ്റെ സംസ്കാരം ജീവിതത്തിൽ നല്ലൊരു വീക്ഷണപരമായി നന്മയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. മൃതിയിൽ വിരൽ മുക്കി കൃഷ്ണപക്ഷത്തിൻ സിരാപടലം പകർത്തുക ഭാഗപത്രത്തിൽ താതാ ഓട്ടുകിണ്ടിയിൽ കണ്ണീർ മുക്കിയ ബാല്യം തൊട്ടേ രാപ്പകലുകളെൻ്റെ ചോരയെ കടയുമ്പോൾ പൊന്തിയവാളും ജ്വാലാകുംഭവും മണ്ണിൻ കറകാച്ചിയ വാക്കും. മലയാള കവിതകളും കവികളും എല്ലാ കാലഭേദങ്ങളെയും മറികടക്കുന്നു എന്നത് പുതിയ തലമുറയുടെ ഭാവ സമീപനത്തിലൂടെ മനസ്സിലാക്കാനാവും. മലയാള ഭാഷ നഷ്ടമാകുന്നുവെന്ന ആവലാതി അടിസ്ഥാനമില്ലാത്തതാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാഷ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനായുള്ള ശ്രമം, അത് ചെറുതായാലും വലുതായാലും അനിവാര്യം തന്നെയാണ്. ഭാഷ, സ്വന്തം ഭാഷ, അതിനേക്കാൾ മൂല്യവത്തായി മറ്റെന്താണുള്ളത്? മലയാളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം വിദേശങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാംസ്കാരിക പ്രവർത്തകനായ മനോജ് കളരിക്കൽ സംഘടിപ്പിച്ച മനോജ്ഞം എന്ന ഭാഷാ പഠന ശിബിരം ശ്രദ്ധേയമായിരുന്നു. 2 പതിറ്റാണ്ടായി ഗൾഫിലും കേരളത്തിലുമായി കേരളീയ കലകളുടെയും മലയാള ഭാഷയുടെയും ഉന്നമനത്തിനായി മനോജ്ഞത്തിലൂടെ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, പൂക്കുന്ന തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവായി, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവായി, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവായി, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവായി, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, ചേക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. കുട്ടികൾ ഭാഷ പഠിക്കണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ആ ബോധമുണ്ടാവണം. കുട്ടികളുടെ മനസ്സിൽ ഭാഷാ സംവേദനം ശക്തമായ രീതിയിൽ എത്തപ്പെടണമെങ്കിൽ അത് താളാത്മകമാവണമെന്നതും ഒരു സമീപനമാണ്. താളം അത് ഹൃദയതാളം പോലെ സംഗീതാത്മകം ആവണമെന്നില്ല. പക്ഷേ കവിതയിലെ താളവും താളബോധവും അനിവാര്യമാണ്. കുഞ്ഞുണ്ണി കവിതകളാണ് കുട്ടികളിലേക്ക് എത്താൻ ഏറ്റവും അനുയോജ്യമായ താളാത്മക വരികൾ. പ്രവാസി മലയാളികളിൽ മാതൃഭാഷയെ സാംസ്കാരിക തനിമകളോടെ ചേർത്ത് നിർത്തുകയെന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടികൾ രക്ഷിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ധാരാളമായി പങ്കെടുപ്പിക്കുന്നത് ഏറെ പ്രോത്സാഹനജനകമാണെന്ന് മനോജ് കളരിക്കൽ പറഞ്ഞു. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ എല്ലാവരും? നമ്മുടെ കുട്ടികളുടെ ഒരു കൂട്ടുകാരനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ലളിതമായ കവിതകൾ വളരെ മനോഹരമായി ഗുണപാഠ
രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ചൊല്ലാം. ഒന്നെന്നെങ്ങനെ എഴുതാം, ഒന്നെന്നെങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര. എന്ത് രസകരമായിരിക്കുന്നു. ഭാഷയും സംഗീതവും കവിതയും പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നത് ഒരു ദൗത്യമായി എടുക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടേറെയുണ്ട്. സാമൂഹ്യ സേവനം പോലെ തന്നെ ഭാഷാ സംസ്കാരം ഗൾഫിലെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഗൗരവമായി എടുക്കുന്ന പ്രവാസി സംഘടനകൾ ചെയ്യുന്ന ഭാഷാ സ്നേഹപ്രകടനം അഭിനന്ദനീയവുമാണ്. അതുപോലെയാണ് ചില വ്യക്തിത്വങ്ങളും. ഭാഷാ പ്രചരണ സന്നദ്ധ അവർ കാണിക്കുന്നത് വളരെ ശ്ലാഘനീയമാണ്. നമ്മുടെ ഭാഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് ഉപേക്ഷിക്കുക എന്നത് നാം തന്നെ ഇല്ലാതാവുന്നതിന് തുല്യമാണ്. സ്വന്തം ഭാഷയെയും സംസ്കാരത്തെയും അന്യം നിന്ന് പോകാതെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഭാഷാസ്നേഹികളായ ധാരാളം ആൾക്കാർ നമുക്കിടയിലുണ്ട്. ഈ അറേബ്യൻ മണ്ണിൽ മലയാള ഭാഷയ്ക്കും അതിൻ്റെ സാഹിത്യ രൂപങ്ങൾക്കും പ്രാമുഖ്യം നൽകി മനോജ് കളരിക്കൽ സംഘടിപ്പിക്കുന്ന കാവ്യ സന്ധ്യകളും കവിസ്മരണകളും ഇവിടെയുള്ള ഒട്ടേറെ പ്രവാസി മലയാളികളിൽ ഭാഷയെയും സാംസ്കാരിക തനിമയും കാത്തുസൂക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. മലയാളം പഠിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് മലയാളം ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. സ്കൂളിലുണ്ട്. ഇപ്പോൾ ഈ വർഷം തുടങ്ങി മലയാളത്തിലേക്ക് മാറി. ഹിന്ദി ആയിരുന്നു ആദ്യം. അവൾക്ക് ഇഷ്ടം കൊണ്ട് മലയാളത്തിലേക്ക് മാറി. വീട്ടിലും മലയാളത്തിൽ തന്നെ സംസാരിക്കാറ്. ചെറിയ കവിതകളൊക്കെ ചൊല്ലാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ചെറിയ കവിതകളൊക്കെ ചൊല്ലും അവർ. ഞാൻ ഒരുപാട് കവിതകൾ ചൊല്ലാറുണ്ട്. ഇവിടെ എൻ്റെ മക്കൾ നന്നായിട്ട് കവിത ചൊല്ലാറുണ്ട്. എനിക്ക് കുട്ടികളായിട്ട് വളരെയധികം ഞങ്ങളുടെ അസോസിയേഷനായിട്ടും മനോജിൻ്റെ പരിപാടിയായിട്ടും ഒരുപാട് ഞാൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. കാരണം വെച്ചാൽ അത്രയധികം ആത്മാർത്ഥമായിട്ട് നിസ്വാർത്ഥമായിട്ട് ഒരു സേവനമാണ് മനോജ് ചെയ്യുന്നു.